തെറപ്പി എഫക്റ്റീവ് ആവാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവേണ്ട ഫാക്ടർ എന്താ? നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ആണോ? അതോ എത്ര നേരം നമ്മൾ ക്ലയൻറ്റുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണോ? ഇതൊന്നുമല്ല. ഫേമസ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഇർവിൻ യാലോം പറയുന്നതനുസരിച്ച് ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ദാറ്റ് ഹീൽസ്. ഈ റിലേഷൻഷിപ്പിനെയാണ് തെറപ്യൂട്ടിക് അലയൻസ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഈ തെറപ്യൂട്ടിക് അലയൻസിനെ പറ്റിയും എന്താണ് തെറപ്യൂട്ടിക് അലയൻസ്, എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നത്, ഏതൊക്കെ രീതിയിൽ നമുക്കിത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐ എം അഷിത നവാദ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഒപ്പം എന്താണ് തെറപ്യൂട്ടിക് അലയൻസ്? ഒരു തെറപ്പിസ്റ്റും അവരുടെ ക്ലയൻറ്റും തമ്മിൽ ഫോം ചെയ്യുന്ന ഒരു ജോയിൻറ്റ് കൊളാബറേറ്റീവ് റിലേഷൻഷിപ്പാണ് തെറപ്യൂട്ടിക് അലയൻസ്. തെറപ്പി എഫക്റ്റീവ് ആവാൻ വേണ്ട ഒരു ഫൗണ്ടേഷൻ ആയിട്ടാണ് നമ്മൾ ഈ റിലേഷൻഷിപ്പിനെ കാണുന്നത്. ആൻഡ് തെറപ്യൂട്ടിക് അലയൻസിന് 3 ബേസിക് കമ്പോണൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, ദ ബോണ്ട്. ഈ ബോണ്ട് നമുക്ക് ക്ലയൻറ്റുമായിട്ടുള്ള ആ ഒരു ട്രസ്റ്റിൻ്റെയും റെസ്പെക്റ്റിൻ്റെയും ഒക്കെ ബേസിസിലാണ് ഫോം ചെയ്യുന്നത്. ഞാൻ സേഫ് ആണെന്നും ഞാൻ ഇവിടെ അക്സെപ്റ്റഡ് ആണെന്നും മനസ്സിലായാൽ മാത്രമേ അവർക്ക് നമ്മുടെ മുമ്പിൽ വൾണറബിൾ ആവാൻ പറ്റുള്ളൂ. ആൻഡ് ദ സെക്കൻഡ് വൺ, എഗ്രിമെൻറ്റ് ഓൺ ഗോൾസ്. ക്ലയൻറ്റും നമ്മളും തമ്മിൽ ഈ തെറപ്പിയുടെ ഗോൾ എന്താണെന്നുള്ളൊരു കാര്യത്തിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ഗോളും നമ്മുടെ ഗോളും ഡിഫറെൻ്റ് ആണെങ്കിൽ തെറപ്പി എവിടെ എത്താൻ പോകുന്നില്ല, രണ്ടുപേരുടെയും ടൈം വേസ്റ്റ് ആവാനേ അവിടെ വഴിയുള്ളൂ. ആൻഡ് ദ തേർഡ് വൺ, എഗ്രിമെൻറ്റ് ഓൺ ടാസ്ക്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ തെറപ്യൂട്ടിക് മൊഡാലിറ്റി ആയിരിക്കും. ചിലപ്പോൾ CBT ആവാം, REBT ആവാം, അവരോട് ജേർണൽ ചെയ്യാൻ പറയുന്നുണ്ടാവും, മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുന്നുണ്ടാവും. ഇതെല്ലാം അവരോട് ഇമ്പോസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഓക്കെ അല്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ച് രണ്ടുപേരും മ്യൂച്വലി എഗ്രീഡ് ആയിട്ടുള്ള ടാസ്കുകൾ മാത്രമേ എപ്പോഴും നമ്മൾ ക്ലയൻസിന് കൊടുക്കാൻ പാടുള്ളൂ. എങ്ങനെയാണ് ഒരു സ്ട്രോങ് തെറപ്യൂട്ടിക് അലയൻസ് ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റുക? ഒന്നാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ജെന്യുവൻ ആയിട്ടുള്ള എംപതി നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ഒരു ക്ലയൻറ്റ് അവരുടെ വിഷമം നമ്മുടെ അടുത്ത് പങ്കുവെക്കുമ്പോൾ അവരോട് ജസ്റ്റ് ഒരു സോറി ഫീലിംഗ് അല്ല നമുക്ക് ഉണ്ടാവേണ്ടത്. അവരുടെ പേഴ്സ്പെക്റ്റീവ് മനസ്സിലാക്കാനും അവരുടെ വേൾഡ് എന്താണെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കൊടുക്കാനും നമ്മളെ കൊണ്ട് പറ്റണം. അടുത്തതാണ്, ബി ട്രാൻസ്പെറൻറ്റ് ആൻഡ് കൊളാബറേറ്റീവ്. നമ്മൾ ക്ലയൻസിന് കൊടുക്കുന്ന ടാസ്കുകൾ ഏതും ആയിക്കോട്ടെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്, ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ക്ലയൻസിനോട് പറഞ്ഞു കൊടുത്തിരിക്കണം. അവർക്ക് ആ സിറ്റുവേഷനിൽ എംപവേർഡ് ആയിട്ട് ഫീൽ ചെയ്യാനും ഞാൻ ഈ പ്രോസസ്സിൽ ഇൻക്ലൂഡഡ് ആണെന്ന് ഫീൽ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ആങ്സൈറ്റി ആയിട്ട് വരുന്ന ഒരു ക്ലയൻ്റ് ആണെങ്കിൽ നമ്മൾ മേ ബി അവർക്ക് കുറച്ച് ഗ്രൗണ്ടിങ് ടെക്നിക്സ് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ തോട്ട് ലോഗ് ചെയ്യാനോ പറഞ്ഞു കൊടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് എന്തുകൊണ്ട് ചെയ്യണം? ഗ്രൗണ്ടിങ് ടെക്നിക്സ് ചെയ്താൽ നിങ്ങൾക്ക് ആങ്സൈറ്റിയിൽ നിന്ന് ഒരു ടെമ്പററി റിലീഫ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് ക്ലയൻസിനോട് കൃത്യമായി പറഞ്ഞു കൊടുത്തിരിക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമുക്ക്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ബി യുവർ ഒത്തൻറ്റിക് സെൽഫ്. എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന 2 ക്ലയൻസിനോട് ഞാൻ കൊടുക്കേണ്ടത് ഞാൻ നേരത്തെ വായിച്ച് പഠിച്ചു വച്ചിട്ടുള്ള ഒരു റോബോട്ടിക് ആൻസർ അല്ല. നമ്മളൊരു ഹ്യൂമൻ ബീങ് ആണ്. നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് ഒരു ജെന്യുവൻ ആയിട്ടുള്ള റെസ്പോൺസും നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു വാംത്തും നമ്മുടെ ക്ലയൻറ്റിന് ഫീൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമേ ഈ അലയൻസ് നാച്ചുറൽ ആണെന്നും ഇതൊരു ഈസി ഗോയിങ് ടാസ്ക് ആണെന്നും ക്ലയൻസിന് ഫീൽ ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണ് തെറപ്യൂട്ടിക് അലയൻസ് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറയുന്നത്? തെറപ്യൂട്ടിക് അലയൻസ് സ്ട്രോങ് ആവുന്നതിനനുസരിച്ച് ക്ലയൻസ് നമ്മളോട് കുറച്ചും കൂടെ ഓപ്പൺ ആവാനും അവർ തെറപ്പിയിൽ കുറച്ചും കൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവാനും നമ്മൾ കൊടുക്കുന്ന ടാസ്ക്സ് എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും അത് അത്രത്തോളം ആത്മാർത്ഥമായിട്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓൾസോ നമ്മുടെ ക്ലയൻസിൻ്റെയും ഇടയിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഡിസഗ്രിമെൻറ്റ്സിൽ ഈ തെറപ്യൂട്ടിക് അലയൻസ് നമുക്കൊരു സേഫ്റ്റി നെറ്റായിട്ട് ആക്ട് ചെയ്യും. സോ ഈ ഡിസഗ്രിമെൻറ്റ്സ് സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ചാൻസ് ഈ തെറപ്യൂട്ടിക് അലയൻസ് എത്രത്തോളം സ്ട്രോങ് ആണോ എന്നുള്ളത് അനുസരിച്ചിരിക്കും. നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ ഹെൽപ്ഫുൾ ആവുന്ന ഇതുപോലത്തെ കൂടുതൽ പ്രാക്ടിക്കൽ നോളജിനും കരിയർ അഡ്വൈസിനും വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ തോട്ട്സും ഫീഡ്ബാക്സും കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.